നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള തോരനാണ്. ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള തോരനാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ അതിൻ്റെ കൂടെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ചക്കക്കുരു, കണ്ടോ, അധികം വിളയാത്തതായിരുന്നു. ഞങ്ങൾ ചക്ക ഇട്ടപ്പോൾ ഉണ്ടല്ലോ അത് വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു. ഇട്ട് വന്നപ്പോൾ കൊണ്ട് അത് വിളഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ആ കുരു വെച്ച് നല്ല സ്വാദായിരിക്കും തോരൻ വെച്ചാൽ. കിളിന്ത് കുരു കൊണ്ട് തോരൻ വയ്ക്കുന്നത് നല്ല സ്വാദായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തോരൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കാണിക്കാം കേട്ടോ എങ്ങനെയാണ്. ചക്കക്കുരു മാത്രമല്ലല്ലോ തോരൻ, ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. സോറി, ആദ്യമേ ഞാൻ അത് പറഞ്ഞിട്ടാ ബാക്കി പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ചക്കക്കുരു ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെ ഈ തൊലിയില്ലേ, ഈ കട്ടിയുള്ള തൊലി, ഇത് മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തെ ആ പാട പോലത്തെ സാധനം നമ്മൾ കളഞ്ഞിട്ടില്ല. ആദ്യത്തെ ചക്കക്കുരു ആട്ടോ, ആദ്യത്തെ ചക്കയാണ് ഈ വർഷത്തെ. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ചക്ക വിളയാതെ തന്നെ ഞങ്ങൾ പറിച്ച് ഞങ്ങൾക്ക് കൊതി മൂക്കും. അപ്പോൾ ഞങ്ങൾ പറിച്ച് പുഴുങ്ങി തിന്നും. ഇങ്ങനെ കനം കുറച്ച് അരിയണം. ഇത് കനം കുറച്ചരി കേട്ടോ, ഈ ഒരു വലുപ്പം. ചക്ക വിരിയുമ്പോ തൊട്ട് തിന്നണം എന്നുള്ള കൊതിയാ. അങ്ങനെ ഞങ്ങൾ കയറി ചക്ക ഇടും. അമ്മയ്ക്കും മുറിച്ച് കഴിയുമ്പോ കിളുന്തായിരിക്കും, പിന്നെ അത് പുഴുങ്ങി തിന്നും. ഇവിടെ അമ്മയ്ക്കും അച്ഛനും പിന്നെ ചേട്ടന്റെ വൈഫിനും ചക്ക എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പൊ ഇത് ഫുൾ അരിയട്ടെ. ഇതിന്റെ ചക്കക്കുരു എല്ലാം കനം കുറച്ചരിഞ്ഞ് മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ, കണ്ടോ, ഇത്രയും നീളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ട അരപ്പുണ്ടാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഈ കളറ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇതിൻ്റെ അകത്ത് ലൈറ്റ് വന്ന് ഇത്രയും കളർ ആയിരിക്കുന്ന, മുളകിന് ഇത്രയും കളറില്ല. ഇനി നമുക്ക് തോരൻ ചതയ്ക്കണ പോലെ ചതച്ചുകൊണ്ട് വരാം. പക്ഷേ ഈ തോരൻ ചതയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, തിരുമ്മിയാൽ മതി ഒന്നും കണ്ടോ. അതെ, നിവ് ചിരണ്ടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ചേട്ടൻ്റെ വൈഫ് ഇങ്ങനെ നല്ല പൊടിയായിട്ട് ചിരണ്ടും. എന്നെ കൊണ്ടും നടക്കത്തില്ല, സത്യം പറയാം, എന്നെ കൊണ്ടും നടക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോവാണല്ലേ. എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാക്കി, പെട്ടെന്ന് ചൂടായി കേട്ടോ, കാരണം നമ്മൾ ചൂടായിട്ടിരിക്കുമായിരുന്നു പാത്രം, അതുകൊണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കടുകിടാം. കടുകിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടും കേട്ടോ, കാരണം എണ്ണ കൂടുതലാണ്, തീർച്ച എണ്ണ മൂത്തൊക്കെ വീഴും. പെട്ടെന്ന് ഇട്ട്. കടുകിട്ടു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അല്ല അല്ല, അയ്യോ അയ്യോ, മുളകിട്ടത് എടുത്തില്ല ഇപ്പഴാ കേട്ടോ. മുളകിട്ടെന്ന് ഒറ്റ ഇടല്, വീഡിയോ ഓണാക്കിയില്ലായിരുന്നു ഞാൻ. അടുത്തത് അത് പിന്നെ അടക്കാം, ഇത് കരിയുന്നു. കറിവേപ്പില ഇട്ടു. ഇനി നമ്മുടെ കഷ്ണം ഇട്ടു. അടുത്ത് വെക്കുന്ന പ്ലേറ്റിൽ തന്നെ ആ തവലിട്ട് വെക്കുന്നത്, അതുകൊണ്ടാണ് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ചക്കക്കുരുവല്ലേ, വെള്ളം വേണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കണം, ഉപ്പ് ചേർക്കണം, അങ്ങനെ കുറേ ഉണ്ട്. എന്തെന്നാ കറിവേപ്പില്ല അതിൻ്റെ കൂടെ, അത് അടുപ്പിലുണ്ടായിരുന്നാണോ. ഉപ്പ് ഇത് വേണ്ടി വരും, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇത് എന്തിനാ കളയണം, കറിവേപ്പില പോഷകഗുണമുള്ള സാധനമല്ലേ, മുടി വളരാൻ നല്ലതാ. നിങ്ങൾ ഈ കറിവേപ്പിലയൊക്കെ കാണുന്ന എടുത്ത് കളയുവോ? കളയരുത് കേട്ടോ, അതുകൂടെ കഴിക്കാൻ ചവച്ചരച്ച് കഴിച്ചാല് തേങ്ങ അതിൻ്റെ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ മുടിക്ക് നല്ലതാ. അരപ്പ് ഫുള്ള് നമ്മളങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇളക്കി യോജിപ്പിക്കാവേ. ഞാൻ തീരെ കുറച്ച് വെച്ചായിരുന്നു കേട്ടോ, കൂട്ടി കൊടുക്കുവാണേ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെച്ച് വീഴ്ത്താം. നിങ്ങൾ ഈ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെ സ്വാദാ അല്ലേ, ചക്കക്കുരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്വാദിനെ കുറിച്ച് അത്ര നല്ല സ്വാദാ അതിന്.
ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പപ്പയ്ക്കും മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ചക്ക, കപ്പ, ചോറ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. അത് മൂന്നും എനിക്ക് കഴിക്കാൻ പറ്റും. ചക്ക കഴിക്കാം, എല്ലാം കഴിക്കും. ചക്ക കഴിക്കാം, പക്ഷെ പച്ചച്ചക്ക കപ്പയും ചോറും ഒന്നും അധികം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രശ്നമുണ്ടല്ലോ ഷുഗറിൻ്റെ, അത് കാരണം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് കൊതി അതൊക്കെ കഴിക്കാൻ. നല്ല സ്വാദല്ലേ ഇത് ചക്കക്കുരു കൊണ്ട് തോരൻ വയ്ക്കുന്നത്. അത് പ്രത്യേകിച്ച് മുരിങ്ങക്കായിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് സ്വാദം. പിന്നെ വേറൊരു കറിയുണ്ട്, അത് ചക്കക്കുരു ഒക്കെ ആവട്ടെ, ആയി കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം അല്ലേ, ഇപ്പോഴേ പറഞ്ഞ് ഇതാക്കണം. അപ്പം നമുക്ക് ഇതിനെ അടച്ചു വെച്ച് കഴിക്കാം. അപ്പം എന്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാധനം ചേർക്കാൻ തന്നെ ഓർപ്പിക്കണേ. ഓക്കെ, തോരൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി നോക്കിയായിരുന്നു വെള്ളം പറ്റിയെന്ന്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. അടിപൊളി, നല്ല മണമുണ്ട് കേട്ടോ. ആ ഒരു ചക്കക്കുരുവിന്റെ മണം അധികം ഇല്ല, പക്ഷെ അവിടെ അല്ല അടിക്ക് പിടിച്ചു. ചെറുതായിട്ട് വെള്ളം വലിഞ്ഞേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മറ്റേ മുരിങ്ങക്കായുടെ ആ ഒരു മണം ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്തു വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ശരിയായിട്ടുള്ള ഇത് പറയണം. കൈ നല്ലതാണോ ചീത്തയാണോ എന്ന്. ഓക്കെ, ഇനി താ ചൂട് കുറച്ചിട്ടായിരുന്നു. മതി, താ ചൂടുണ്ട്. ചൂടുണ്ട്. ശരിയായിട്ടുള്ള കാര്യം പറയണം കേട്ടോ. നല്ലതാണോ ഞാൻ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, കൊള്ളാം. ആ ചക്കക്കുരു ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാ, കടിക്കാനേ ഇല്ല. നമ്മൾ വായിട്ട് അലിത്തു പോവും അതുപോലെ. ഈ മുരിങ്ങക്കായുടെ വലിയ ടേസ്റ്റ് ഒന്നും അധികമില്ല, മണത്തിൻ്റെ അത്രയും ടേസ്റ്റ് വരുന്നില്ല. പക്ഷെ നല്ല സൂപ്പർ സാധനം, വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. ഇനി ട്രൈ ചെയ്ത് നോക്കുകയാണേ. നമ്മൾ തോരൻ കണ്ടല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ കിളുന്തി ചക്കക്കുരു കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി സ്വാദായിരിക്കും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കും കേട്ടോ. ഒത്തിരി നാളായില്ലേ ഞങ്ങളിങ്ങനെ പറയുന്നു, ഒന്ന് ചെയ്ത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി വിട്. ശരി, ടാറ്റാ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.